ശശി തരൂരിന്റെ നിലപാടുകൾ സംസ്ഥാനത്ത് പാർട്ടിക്ക് പ്രയാസമുണ്ടാക്കുന്നുവെന്ന് സണ്ണി ജോസഫ് മീഡിയ വണിനോട്. അഖിലേന്ത്യാ നേതാവാണ് തരൂർ. വിഷയത്തിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം ഒന്ന് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, പാർലമെന്റ് അംഗമാണ്, ദേശീയ തലത്തിൽ നേതാവാണ്, അന്തർദേശീയ ബന്ധങ്ങളുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് ഞാൻ നേതൃത്വമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് അദ്ദേഹം ഏതോ ഇംഗ്ലീഷ് പത്രത്തിന് അവിടുത്തെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം ഞാൻ കണ്ടിരുന്നു. ഞാൻ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിഷാദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിഷാദ, ഏതൊക്കെ വിഷയങ്ങളെക്കുറിച്ച് KPCC പ്രസിഡന്റ് മനസ്സ് തുറന്നു? അമൃത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഗ്രാഫ് വല്ലാതെ ഉയരുകയും അദ്ദേഹം അനിഷേധ്യനായ ഒരു നേതാവായി മാറുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം മുഴുവൻ സൃഷ്ടിക്കുന്നതിൽ ഉള്ള ക്രെഡിറ്റ് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. മാധ്യമങ്ങളിൽ ആ നിലയ്ക്കുള്ള വാർത്തകൾ വരുന്നു. ഈ ചോദ്യങ്ങളോട് പൂർണ്ണമായും ക്രെഡിറ്റ് സതീശന് നൽകുന്ന ഒരു നിലയെടുക്കുന്നില്ല KPCC പ്രസിഡന്റ് എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. എല്ലാ നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായും ഇതിന് ക്രെഡിറ്റ് എടുക്കാം എന്നതിനപ്പുറത്തേക്ക്, അവകാശപ്പെടാമെന്നതിനപ്പുറത്തേക്ക് ഇത് സതീശന്റെ ഒരു മൈക്രോ മാനേജ്മെന്റ് വിജയം എന്ന നിലയ്ക്ക് മാത്രമായി ചുരുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് കരുതുന്നില്ല അദ്ദേഹം. ഇത് ടീം വർക്കിന്റെ വിജയം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും വിജയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പത്രങ്ങളിൽ വരുന്ന സതീശ സ്തുതി വാചകങ്ങളെക്കുറിച്ച് താൻ കമന്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രവുമല്ല, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ നേതാവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന് അങ്ങനെ ഒരു നയപരിപാടിയില്ല. CPM ചിലപ്പോൾ ഒരു നേതാവ്, ഒരു ശക്തനായ നേതാവ് എന്ന് പ്രതിച്ഛായ പോലെയുള്ള PR ഇടപാടുകളുണ്ടാവും. കോൺഗ്രസിന് അങ്ങനെയില്ല. കോൺഗ്രസിന് 3-4 മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദമുള്ളവരുണ്ട്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു സന്ദേശമോ പ്രതീക്ഷയോ ജനത്തിന് കൊടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹം എല്ലാ നേതാക്കളുടെയും, രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായ അവകാശവാദം ഉന്നയിക്കാൻ ക്ലെയിമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരേ ഒരാൾ എന്നൊരു സന്ദർഭം രൂപപ്പെട്ട് വന്നിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുക കൂടി ചെയ്യുന്നുവെന്നാണ്. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ചർച്ചകൾ ഏതെങ്കിലും കക്ഷികളുമായി ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നിലവിൽ മുന്നണി വിപുലീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി UDF ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. പിന്നെ എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഈ തർക്ക വിതർക്കങ്ങളാണ്. അതിനകത്ത് നിലമ്പൂരിലെ സവിശേഷ സാഹചര്യത്തിലാണ് അവരെ ഒപ്പം നിർത്തുന്ന ഒരു നില സ്വീകരിച്ചത്. സംസ്ഥാനം ഒട്ടുക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ആ നിലപാട് തുടരണമോ എന്ന കാര്യത്തിൽ പാർട്ടി ഒരു ചർച്ച നടത്തിയിട്ടില്ല. എന്നാൽ മാത്രമേ അതിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ. ഇതൊരു സുദീർഘമായ നിലപാടാണ്, തുടരുന്ന നിലപാടാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ആ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തെ പ്രാധാന്യത്തോടെ കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയത്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങളിൽ നടത്തിയിട്ടുള്ള ചില അസ്വാരസ്യ പ്രകടനങ്ങളുടെ അദ്ദേഹം ആ നിലയ്ക്ക് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കൂടി രമേശ് എല്ലാ നിലയ്ക്കും അംഗീകരിക്കപ്പെടുകയും അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. ഇനിയും അദ്ദേഹത്തിന് മുമ്പിൽ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് KPCC പ്രസിഡന്റ് ശ്രമിക്കുന്നത്. ശശി തരൂർ എടുക്കുന്ന നിലപാട് ഇപ്പോൾ കേരളത്തിലെ CPIM സർക്കാരിന് മേൽ RSSനോട് അനുഭാവ നയം സ്വീകരിക്കുന്നല്ലോ എന്ന ആക്ഷേപം ഉയർത്തുമ്പോൾ തരൂർ ഇപ്പോൾ എടുക്കുന്ന പല നിലപാടുകളും പറച്ചിലുകളും ഒക്കെ അതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്, പാർട്ടി ക്യാമ്പയിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, അത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്, ഈ നിലമ്പൂരിൽ വിജയമുണ്ടായി എന്നതുകൊണ്ട് ഒരേ ഒരു അനിഷേധ്യ നേതാവ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു, മുന്നണിക്കുണ്ടായിരിക്കുന്നു എന്ന സാഹചര്യം രൂപപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. മറ്റൊന്ന് അൻവറുമായി ബന്ധപ്പെട്ടതാണ്. അൻവറിൻ്റെ കാര്യത്തിൽ അൻവറിൻ്റെ തന്നെ നിലപാടില്ലായ്മകൾ, അൻവറിൻ്റെ ഒരു കൃത്യതയില്ലാത്ത നിലപാടില്ലായ്മയാണ് കുഴപ്പമുണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അൻവറാണ് ആ വാതിൽ അടച്ചത്, അല്ലാതെ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് അടച്ചതല്ല. രാഷ്ട്രീയത്തിൽ എക്കാലത്തേക്കുമായി ശത്രുക്കളില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾക്കനുസരിച്ചും വികാസങ്ങൾക്കനുസരിച്ചുമാണ് നിലപാടുകൾ സ്വീകരിക്കുക. അതുകൊണ്ട് അദ്ദേഹം നേടിയ 20,000 വോട്ടിനെ വിലമതിക്കുന്നു. ഓരോ വോട്ടും രാഷ്ട്രീയത്തിൽ വിലമതിക്കപ്പെടേണ്ടതാണ്, വാല്യൂ ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അൻവറിൻ്റെ കാര്യത്തിൽ അന്തിമമായി വാതിലടയ്ക്കുക എന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ സാധ്യമല്ല എന്നുകൂടി പറയുന്ന അദ്ദേഹം അൻവറിനോട് ഒരു പൂർണ്ണമായും അടുപ്പിക്കാനേ കഴിയാത്ത ഒരാളെന്നൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ ഇതാണ് പൊതുവായി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സംഗതികൾ എന്നാണ് കാണാൻ കഴിയാം. അമൃത. ശരി, നിഷാദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.